ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം കാര്യവട്ടത്തുള്ള ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ്. ഞാൻ ആർക്കിടെക്ട് ഭവിത്. എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ആർക്കിടെക്ട്സിൻ്റെ ഒരു ക്രിക്കറ്റ് ലീഗ് നടക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഞങ്ങളിന്ന് ഇവിടെ ഉള്ളത്. എൻ്റെ പിന്നിൽ കാണുന്ന സ്ഥലം പ്ലെയേഴ്സും VIPസും കമൻറ്റേറ്റേഴ്സും ഇരിക്കുന്ന സ്റ്റാൻഡ്സാണ്. ഇത് പണ്ടത്തെ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ്. അതായത് അതിനുശേഷം ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം എന്ന് പേര് മാറ്റുകയായിരുന്നു. 2015 ആദ്യത്തെ ഒരു ഗെയിം ഇവിടെ നടന്നത്. ഇവിടെ ക്രിക്കറ്റും ഫുട്ബോളും നടക്കാറുണ്ട്. സാഫ് ഫുട്ബോളിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള മാച്ച് നടന്നത് ഇവിടെയാണ്. 2018 ക്രിക്കറ്റ് മാച്ച് ആദ്യമായിട്ട് ഇവിടെ നടന്നത്. ഈ സ്റ്റേഡിയത്തിന് ഏകദേശം 50,000 കപ്പാസിറ്റി ഉണ്ട്. അതായത് 50,000 പേർക്ക് കാണാം കളി ഇവിടെ ഇരുന്ന്. നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ടത് 27, 28 ഗേറ്റ് ആയിരുന്നു. ഇവിടെ നമുക്ക് 20 ഗേറ്റ് ഇങ്ങനത്തെ ഗേറ്റുകളിലാണ് നോർമലി കളി കാണാൻ വേണ്ടി വ്യൂവേഴ്സ് പോവുക. ആ ഷട്ടർ കാണാൻ കഴിയും. അത് തുറന്ന് അതിനുള്ളിലൂടെയാണ് ഈ സ്റ്റാൻഡ്സിലോട്ടുള്ള വഴി. ആ ഗേറ്റ് നമ്പർ 20 അകത്തോട്ട് കയറിയാൽ നമുക്ക് സ്റ്റാൻഡിലോട്ട് പോകാം. ലോവർ സ്റ്റാൻഡ്സിലോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. നമുക്ക് കാണാൻ കഴിയത്. എൻ്റെ പിന്നോരോരുത്തരെ നോക്കിയാൽ മതി. ഇത് V5 ആണ്. നമ്മുടെ ടിക്കറ്റിലൊക്കെ കാണാൻ കഴിയുന്നത് ലെവൽ 1 V5. ഇത് നേരെ സ്റ്റേഡിയത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് 50,000 പേർക്ക് ഇരിക്കാൻ നമ്മളുടെ ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയം. ആ കാണുന്നത് VVIP ലോഞ്ചാണ്. ഓക്കെ, എൻ്റെ റൈറ്റ് സൈഡ് കാണുന്നത് കമൻറ്റേറ്റേഴ്സിൻ്റെയും പ്ലേയേഴ്സിൻ്റെയും ഒക്കെ സ്റ്റാൻഡ്സ് ആണ്. നമുക്കത് കാണാൻ കഴിയും അവിടെ. ഇന്നിവിടെ നടക്കുന്നത് നമ്മളുടെ IIA ക്രിക്കറ്റ് ലീഗാണ്. ഇപ്പോൾ കൊല്ലവും കൊച്ചിയാണ് മാച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്ര ക്ലിയർ ആവില്ല ഈ വീഡിയോയിൽ. ഇത് ഗേറ്റ് നമ്പർ 17 ആണ്. നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് നടക്കുകയാണ്. മുന്നിലെത്താൻ പറ്റുമോന്ന് അറിയില്ല. എന്തായാലും ഇതൊരു നല്ല വാക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ സ്റ്റേഡിയത്തിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിലൊക്കെ ഏകദേശം കാണാൻ കഴിയും. ഇതെല്ലാം നമ്മളുടെ ലെവൽ 1 എൻട്രികളാണ്. 17 16 ആ കാണുന്ന റൈറ്റ് സൈഡ് കാണുന്ന ഗേറ്റ്. ഇതൊന്നും ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ കഴിയും. 16 ഷട്ടേഴ്സ് ആണ് കാണുന്നത്. അത് തുറന്നാലാണ് വ്യൂവേഴ്സിന് ഈ ഗാലറിയിലോട്ട് കയറാൻ പറ്റുക. എൻ്റെ പിന്നിൽ കാണുന്നതാണ് സ്റ്റേഡിയത്തിൻ്റെ മെയിൻ എൻട്രി. ഞങ്ങൾക്ക് അങ്ങോട്ട് ആക്സസ് ഗേറ്റ് 20 നേരിട്ട് കിട്ടിയില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. അതിലൂടെയാണ് മേജർലി ആൾക്കാരെല്ലാം കയറി വരിക. ഓക്കെ, അത് വന്നു പാർക്ക് ചെയ്തു. പിന്നെ ആൾക്കാർ ഈ സ്റ്റേഡിയത്തിനകത്തോട്ട് കയറണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റെപ്ഡ് ആയിട്ടുള്ളൊരു എൻട്രി ഉണ്ട്. നിങ്ങൾക്കതിപ്പോൾ കാണാൻ കഴിയും. ഈ കാണുന്ന ഗേറ്റ് ഇത് തുറന്നിടും. ഓക്കെ, ഇതിലൂടെയാണ് വലിയൊരു ക്രൗഡ് ഉള്ളിലോട്ട് വരിക. എൻ്റെ മുന്നിലിരിക്കുന്ന IIA മലപ്പുറം ചാപ്റ്ററിൻ്റെ ക്രിക്കറ്റ് ടീമിൻ്റെ ഭാഗമാണ് ഞാനും. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.